ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയത് നമ്മളെന്താ എക്സാം ഫേസിനെ അല്ലെങ്കിൽ സ്റ്റഡി ലീവിനെ രണ്ടാക്കി തിരിച്ചിട്ട് അതിൽ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ എക്സാമിന് 3 ദിവസം മുമ്പ്, അതായത് ഇപ്പോൾ നമുക്ക് തിങ്കളാഴ്ചയാണ് എക്സാം എങ്കിൽ ശനി, ഞായർ, വെള്ളിയാഴ്ച മുതലുള്ള ദിവസങ്ങളിലത്തെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസം, ഞാനിപ്പോൾ അസ്യൂം ചെയ്യാണ് മൺഡേ ആണ് നമ്മുടെ എക്സാം. അപ്പോൾ എക്സാമിന് 3 ദിവസം മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് എക്സാം പേപ്പേഴ്സ് കുറേ റിസോഴ്സസ് കളക്ട് ചെയ്തതിന് കൂടുതൽ നമ്മൾ എക്സാം പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഈ ടൈമിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ ഫെമിലിയർ ആയിട്ടുണ്ട്, എല്ലാ ടോപ്പിക്സുമായിട്ട് ഫെമിലിയർ ആയിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിൻ്റെയും റിവിഷൻ നോട്ട്സോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 70% നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി മോൾഡ് ചെയ്യണം. അതായത് ബൈ ഹാർട്ട് ചെയ്യേണ്ടത് ബൈ ഹാർട്ട് ചെയ്യണം. ഇക്വേഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് ഓർമ്മയില്ലെന്ന് നോക്കണം. സ്റ്റെപ്സ്, ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടില്ലേന്ന് നോക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഫേസിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 3 ദിവസങ്ങളിൽ ഫസ്റ്റ് ഡേ നമ്മൾ ഫുള്ള് ഫസ്റ്റ് തൊട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് തൊട്ടോ കംപ്ലീറ്റ് പോർഷൻസ് ഒന്നും കൂടി പഠിക്കുക, ഇരുന്ന് പഠിക്കുക, വായിച്ചു നോക്കുക. ഒരു ദിവസം 3-4 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 1-2 യൂണിറ്റ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും. കാരണം മുമ്പേ നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണല്ലോ ടോപ്പിക്സ് ആയിട്ട്, ആദ്യമായിട്ട് കാണുന്നല്ലോ. അപ്പോൾ പഠിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു വെച്ചിട്ടുണ്ട്, മാക്സിമം എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നും കൂടിയും റീഅറേഞ്ച് ചെയ്യുക. എക്സാമിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് നോക്കുക. അതായത് ഇപ്പോൾ ഒരു എസ്എ ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മൾ നോക്കുന്ന പോർഷനിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് എസ്എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 മാർക്കിന് 5 മാർക്കിന് അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേപ്പേഴ്സിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഏറ്റവും വലിയ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതെങ്ങനെ അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ ഒരു എസ്സേ പോലെയൊക്കെ എഴുതേണ്ട ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുക്കണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും എൻലിസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എൻലിസ്റ്റ് ചെയ്യണം, ഡയഗ്രാംസ് വരയ്ക്കണം, ഫ്ലോ ചാർട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്ന പോർഷൻസ് അങ്ങനെ കൊടുക്കണം. പിന്നെ ബേസിക് ആയിട്ടുള്ള ബോഡി എഴുതിണ്ടാക്കണം, ലാസ്റ്റ് കൺക്ലൂഷൻ പോലെ എഴുതണം, അങ്ങനെ നോക്കുക. പിന്നെ ഡയറി അല്ലെങ്കിൽ ലെറ്റർ, പോസ്റ്റ് കാർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ഡയറി അല്ലെങ്കിൽ മെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരേണ്ടത്, എവിടേക്കാണ് ഡേറ്റ് എഴുതേണ്ടത്, ഇൻഫോർമൽ ലെറ്റർ എങ്ങനെയാണ്, ഫോർമൽ ലെറ്റർ എങ്ങനെയാണ്, അങ്ങനെ പാറ്റേൺസ് എല്ലാം ഫോർമാറ്റ് എല്ലാം ക്ലിയർ ആയിരിക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെങ്ങനെയാണ് ആ ആൻസർ ഫ്രെയിം ചെയ്യുന്നതെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ പേപ്പർ നോക്കുന്ന ആൾക്ക് അത് ഇംപ്രസ്ഡ് ആവാനും മാർക്ക് കൂടുതൽ കിട്ടാനും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർമാറ്റ് പക്കയാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം. അത് നമ്മൾ പഠിക്കുമ്പോഴേ ആ ഒരു ഫോർമാറ്റിൽ പഠിച്ചു പോകണമെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ അത് എക്സാമിൻ്റെ അപ്രോച്ചിൽ ഇത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ ഞാൻ എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ള രീതിയിൽ പഠിക്കുക. അങ്ങനെ പഠിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം അങ്ങനെ സെറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വായിച്ചു നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സും ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മാക്സിമം നോക്കുക. എല്ലാം നോക്കുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല, എന്നാലും കയ്യിൽ കിട്ടാവുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു 5 വർഷമൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. അത്രയും പറ്റൂലെങ്കിൽ ഒരു 2 വർഷത്തെ മുമ്പെങ്കിലും തൊട്ടുള്ള ഫുൾ പേപ്പേഴ്സ് വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് എല്ലാ ആൻസേഴ്സും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഉണ്ടെന്ന് കൺഫേം ചെയ്യുക. എന്തെങ്കിലും പറ്റാത്തതുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒന്നുകൂടി പഠിച്ചു നോക്കുക. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്യുന്നത് പോസിബിൾ അല്ല. കാരണം നമുക്ക് ഇത്രയും ഇത്രത്തോളം സമയത്തിനുള്ളിൽ ഇപ്പോൾ ഒരു 10, 20, 25, 30 ചിലപ്പോൾ 50 പേപ്പേഴ്സ് പ്രീവിയസ് ഇയേഴ്സ് ഉണ്ടാവും. അതൊന്നും നമുക്ക് നോക്കി തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ സിലബസ് ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ എന്തായാലും ഒരു 5-6 പേപ്പേഴ്സൊക്കെ എന്തായാലും പ്രീവിയസ് ഇയേഴ്സ് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ അതൊന്നും ചെയ്ത് നോക്കി തീർക്കുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പം നമ്മളെല്ലാം വായിച്ച് നോക്കി എല്ലാം എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെയൊക്കെ പോയിന്റ്സ് ഓർമ്മയുണ്ട് എന്ന് കൺഫേം ചെയ്യാം. ശേഷം ഒരു പേപ്പർ നമുക്ക് ടഫായിട്ട് തോന്നിയതോ അല്ലെങ്കിൽ നമുക്കൊന്ന് അറ്റൻഡ് ചെയ്താൽ കൊള്ളാം, ഒത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൊരു പേപ്പർ സെലക്ട് ചെയ്യുക. അത് ടൈം ബൗണ്ടഡ് ആയിട്ട് എഴുതി നോക്കുക. അതായത് ഇപ്പോൾ നമുക്ക് 3 മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിൽ, 2 മണിക്കൂറിൻ്റെ എക്സാം, 1 മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എഴുതി നോക്കുക, ഒരു ട്രയൽ പോലെ. ഇത് മാത്സ് അതുപോലെ കുറേ എഴുതേണ്ട സബ്ജക്റ്റുകളില്ലേ, മലയാളം അങ്ങനത്തെ സബ്ജക്റ്റിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മാത്സിലൊക്കെ മിക്കപ്പോഴും നമ്മൾ സ്റ്റെപ്സ് കിട്ടാണ്ടാകുമ്പോൾ ഇടയിൽ വെച്ച് സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കും.
ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ ടൈം ബൗണ്ടഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്നുള്ളതും ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഓരോ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നോക്കുക, എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എഴുതാൻ എനിക്ക് എത്ര സമയം എടുക്കണം, ഇതൊക്കെ പ്ലാൻ ചെയ്യാം. എല്ലാം പ്ലാൻ ചെയ്തിരിക്കണം. ഒരു മോക്ക് ട്രയൽ ചെയ്യാം. ഒരു എക്സാം പേപ്പർ എടുക്കുക. ഇപ്പോൾ എത്ര മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം എന്ന് ചോദിച്ചാൽ അത് അതേപോലെ തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് എന്താ ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യും. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ആദ്യമായിട്ട് നമ്മൾ ഒരു എക്സാം പേപ്പർ അറ്റൻഡ് ചെയ്യുന്നത് അത് എക്സാം ഹാളിലാണെങ്കിൽ നമുക്ക് അതിനോട് ഫെമിലിയർ അല്ല. അപ്പം നമുക്ക് എന്താ ടെൻഷനാവും. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളൊരു മോക്ക് ട്രയൽ എന്തായാലും എടുത്തിരിക്കണം. നമ്മളോട് ടൈം ഫിക്സ് ചെയ്യുക. ആ ടൈമിൽ വീട്ടുകാരോടൊക്കെ പറഞ്ഞു വയ്ക്കുക, ഞാനൊരു എക്സാം ട്രയൽ പോലെ എഴുതാൻ പോവാണ്, 2 മണിക്കൂർക്ക് എന്നെ വിളിക്കണ്ട, ഞാൻ എക്സാം കഴിഞ്ഞിട്ട് വരാമെന്ന് പറയാം. ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം എക്സാം പേപ്പർ എടുത്തിട്ട് എക്സാം ഹാളിൽ ഇരിക്കുന്ന പോലെ അതേ സീരിയസ്നെസ്സിൽ എഴുതാം. ആ എക്സാംസ് എല്ലാം കറക്റ്റായിട്ട് ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ, വീട്ടിലാണ് ചീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കരുത്, ആ ടൈം ബൗണ്ടഡ് ആയിട്ട് തന്നെ ആ പേപ്പർ എഴുതി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ പോരായ്മകൾ നമുക്ക് മനസ്സിലാവുക. നമ്മൾ എത്ര സമയം എടുത്താണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്, എത്ര സമയം നമുക്ക് അതിന് വേണ്ടി ആലോചിക്കേണ്ടി വരുന്നുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസും ഓർമ്മ വരുന്നുണ്ടോ, ഓർമ്മ വരുന്ന പോർഷൻസിലെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, തുടക്കം മാത്രം കിട്ടുന്നുള്ളൂ, ഇടയിൽ വെച്ച് സ്റ്റക്ക് ആവുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ ഒരു ദിവസം എക്സാമിന് തലേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻസും ഫോർമുലാസും റിവിഷൻ ബുക്ക് നോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചത് മാത്രം വായിച്ചു നോക്കുക. എല്ലാ നോട്ടാണെങ്കിലും പ്രിൻ്റ് ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് വെറുതെ മറിച്ച് നോക്കുക. ഇതൊക്കെ ഈ പോർഷനെ നോക്കിയതാണ്, പഠിക്കരുത്. ആ ടൈമിൽ പഠിക്കുമ്പോൾ അയ്യോ കിട്ടുന്നില്ല എന്ന് തോന്നും. അപ്പോൾ പിന്നെ ഫുൾ പോവും. ഈ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുക. ഫസ്റ്റ് പേജ് തൊട്ട് ലാസ്റ്റ് പേജ് വരെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എല്ലാ മെറ്റീരിയൽസും മറയ്ക്കുക. എല്ലാ പോർഷൻസും ഞാൻ നോക്കിയതാണെന്ന് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്നുകൂടി നോക്കുക. ഒന്നുകൂടി കൺഫേം ചെയ്യുക. റിലാക്സ് ആയിട്ട് ഇരിക്കുക. ഒരു 8 മണി ഒക്കെ അടുപ്പിച്ച് ഉറങ്ങുക. ഒരു 8 hours സ്ലീപ്പ് കൺഫേം ആക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഫ്രൂട്ട്സ്, നട്ട്സ് അതൊക്കെ കഴിക്കാനുള്ള ഇപ്പോൾ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ ഹോസ്റ്റലേഴ്സൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് പുറത്തുനിന്നുള്ള ഫുഡില്ലേ, ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഇത്തിരി ഫാറ്റ് കൂടുതലുള്ള ഫുഡ്, ഓയിലി ഫുഡ്, അങ്ങനത്തെ ഫുഡൊക്കെ, പാക്ക്ഡ് ഫുഡ്, ചിപ്സ്, അങ്ങനത്തെ പാക്ക്ഡ് ഫുഡ്സൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക. കാരണം നമുക്ക് വയറിന് ഡിസ്റ്റർബൻസ് വരാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കുന്ന ടൈമിനകത്ത് ബാധിക്കും. പിന്നെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കാൻ നോക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. കുറേ നേരം ഇങ്ങനെ കണ്ടിന്യൂസ്ലി പഠിച്ച് ഇങ്ങനെ ഇതാവുമ്പോൾ ഒന്ന് എഴുന്നേൽക്കുക, സ്ട്രെച്ച് ചെയ്യുക. പിന്നെ കണ്ണ് ഇപ്പോൾ ഫോണിലൊക്കെ നോക്കി ക്ലാസ്സസൊക്കെ കണ്ട് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നോട്ട്സ് ഫോണിലോ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലൊക്കെ ആണ് ഉള്ളതെങ്കിൽ കുറേ നേരം സ്ക്രീൻ ആയിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ദൂരത്തേക്ക് ഗ്രീനറിയിലേക്ക് നോക്കുക, കണ്ണിൻ്റെ എക്സസൈസസ് ഒക്കെ ചെയ്യുക, ഒന്ന് മൈൻഡ് കാമാക്കുക, ഇടയ്ക്കൊന്ന് പോയി മുഖമൊക്കെ കഴുകുക, 2 നേരം ഫ്രഷ് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പം തന്നെ ബോഡി കാമാവും. ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഭയങ്കര സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു വാമായിട്ടുള്ളൊരു ബാത്ത് എടുക്കുക. അതായത് ഇത്തിരി ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഒട്ടും പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഉറങ്ങാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെ നല്ല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും ആണ്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഓൾറെഡി ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കത് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും ലൈഫിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ടെങ്കിൽ അതൊന്ന് പറയുക. അതല്ല ഇനി അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത്ര നേരം സഹിച്ച് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എക്സാം അപ്രോച്ച് ചെയ്യാൻ നിൽക്കുന്നവരും സ്റ്റഡി ലീവിലിരിക്കുന്നവരും എക്സാം തൊട്ടടുത്തെത്തിയവർക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതി പാസ്സാകാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക് യു.